ഒരവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് തന്നെ ഏതെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തിരിക്കും. റിപ്പീറ്റഡ് ഒരു സെക്സ് ഒഫൻഡറും കൂടെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും സമൂഹത്തിന് ഡേഞ്ചറാണ്. എന്നോടൊരു മജിസ്ട്രേറ്റാണ് കേട്ടോ, അയാളെ ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞപ്പം വിളിച്ചു പറഞ്ഞു, മാഡം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ, അയാൾ എന്നെ ഡഫ് ആൻഡ് ഡംപായിട്ട് അഭിനയിച്ച് പറ്റിച്ചു കളഞ്ഞു. മജിസ്ട്രേറ്റ് അത് വിശ്വസിച്ചിട്ട് അയാളെ വെറുതെ വിട്ടു ഒരു കേസിൽ. അത് മരിച്ചുപോയ പാവം പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും ആ കുട്ടിയുടെ വീട്ടിൽ നിന്നുമൊക്കെ കിട്ടിയ സ്രവങ്ങളിൽ നിന്ന് രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പോൾ അവിടെയൊക്കെ നടത്തിയ ഫലമെല്ലാം തെറ്റാണ് എന്നീ സോഷ്യൽ മീഡിയയിൽ എന്ത് ധൈര്യത്തിലാണ് ഇവർ വിളിച്ചു പറയുന്നത്? ഇത് വലിയൊരു ക്രൈമല്ലേ? ദിസ് ഈസ് എ ക്രൈം അഗൈൻസ്റ്റ് സൊസൈറ്റി. ഞാൻ കണ്ടിട്ടുള്ള ഓസ്ട്രേലിയയിലൊക്കെ കണ്ടിട്ടുള്ള 125 വർഷം ശിക്ഷിച്ചിട്ടുള്ള ആളാണെങ്കിൽ 125 വർഷം അവിടെ കിടക്കുക തന്നെ വേണം. തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറ് ജീവിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ഡിസ്കസ് ചെയ്യുന്നത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. നമ്മുടെ ജയിലുകളിൽ ഒരുപാട് മാറ്റങ്ങൾ, അങ്ങേയറ്റം വലിയ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അതിന് ഈ സ്പേസ് കൂടേണ്ടതുണ്ട്. ഗോവിന്ദചാമി കേസിൽ പറഞ്ഞ ആ വിധിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഒരുപാട് അത് ലീഗൽ എക്സ്പേർട്സൊക്കെ അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കും. അത് നമ്മൾ ആ കോടതിയോടുള്ള ബഹുമാനം വിട്ടിട്ടല്ല. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. കൊടുംകുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടിയെന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. മണിക്കൂറുകൾക്കകം തന്നെ പിടിയിലായി എന്നറിഞ്ഞപ്പോൾ ആശ്വാസമുണ്ടായി. എത്ര ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ജയിലിൽ സംഭവിച്ചു എന്നറിയുമ്പോഴാണ് നമ്മുടെ സംവിധാനങ്ങൾ എത്രത്തോളം പരാജയമാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു മുൻ DGP ബി സന്ധ്യ. സ്വാഗതം. എത്രയോ പ്രസിദ്ധമായ അല്ലെങ്കിൽ എത്രയോ പ്രമാദമായ കേസുകൾ അന്വേഷിച്ച് കണ്ടെത്തി തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥയാണ്, അന്വേഷണ ഉദ്യോഗസ്ഥയാണ് താങ്കൾ. ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന വാർത്ത ആദ്യം അറിഞ്ഞപ്പോൾ അങ്ങേക്ക് എന്താണ് ആദ്യം തോന്നിയത്? ആദ്യം തോന്നിയത് മറ്റൊന്നുമല്ല, അയാൾ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ക്രിമിനലാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഒരവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് തന്നെ ഏതെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തിരിക്കും. അത് ഞങ്ങൾക്ക് തെളിവ് സഹിതം കിട്ടിയിട്ടുള്ളതാണ്. ഞങ്ങൾ ആ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ദേഹത്ത് ഒരു തരി പൊന്നില്ല, ആകെ ഉണ്ടായിരുന്ന ചെറിയൊരു തുകയും അതുപോലൊരു മൊബൈൽ ഫോണുമാണ്. അതെടുത്തുകൊണ്ട് പോയി ഏതാനും മണിക്കൂറുകൾക്കകം പാലക്കാട് ടൗണിൽ കൊണ്ടുപോയിട്ട് ഈ ഗോവിന്ദചാമി വിറ്റ് കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് 300 രൂപയ്ക്ക് അത് വിറ്റു. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ അയാൾ ആരെയെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ച് പിടിച്ചു പറിക്കുന്ന സ്വഭാവമുള്ള ഒരാളാണ്. അപ്പോൾ ഇത്തരം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ഒരു സെക്സ് ഒഫൻഡറും കൂടെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും സമൂഹത്തിന് ഡേഞ്ചറാണ്. പക്ഷേ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കേരള പോലീസ് അത് വേണ്ടി വന്നു കഴിഞ്ഞാൽ തമിഴ്നാട് പോലീസിൻ്റെയൊക്കെ സഹായത്തോടെ എത്രയും പെട്ടെന്ന് പിടികൂടുമെന്ന്. ഇയാൾ പൊതുവേ തമിഴ്നാട്ടിലും കേരളത്തിലും അതുകൂടാതെ ആന്ധ്ര ഒറീസ ബോർഡർ വരെയുള്ള സ്ഥലങ്ങളിലാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. വളരെ ചെറിയ സമയം മതി ഇയാൾക്കൊരു കുറ്റകൃത്യം കമ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോഴാണെങ്കിൽ ഈ പെൺകുട്ടി ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി ഇരിക്കുകയാണ് ചെയ്യുന്നത്. മുള്ളൂർക്കര എത്തിയപ്പം അവിടെ ഫ്രീ ആണെന്ന് കണ്ട്, അപ്പോൾ തൊട്ടടുത്ത സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും ഈ പ്രതി ഗോവിന്ദചാമി വളത്തോൾ നഗർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ കുട്ടി ഒറ്റയ്ക്കാണെന്ന് കണ്ട് അതിനകത്തേക്ക് കയറി അപ്പോൾ തന്നെ കുട്ടിയെ ആക്രമിക്കുകയാണ്. അപ്പോൾ പിടിച്ചു പറിക്കാനാണ് ആദ്യം നോക്കുന്നത്. അതാണല്ലോ അവിടെ കുട്ടിയുടെ ദേഹത്തു നിന്നുള്ള ആഭരണങ്ങൾ, ഇമിറ്റേഷൻ ആഭരണങ്ങളൊക്കെ പൊട്ടി ഇയാളുടെ ബട്ടൺസും എല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ എന്നിട്ട് അവിടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ ആക്രമിച്ചു. മൊബൈൽ ഫോൺ തട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഈ കുട്ടിയെ തട്ടി വെളിയിലേക്ക് കളയുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇടതുവശത്തേക്ക് തട്ടി കൂടെ ഇറങ്ങി പോയി വലതുവശത്തു നിന്ന് തട്ടിയിട്ട ആളിനെ എടുത്ത് കുറച്ച് മാറ്റി കൊണ്ടിട്ട് റേപ്പ് ചെയ്തിട്ട് ഇയാൾ അവിടെ നിന്ന് കടന്നു കളയാണ്. അപ്പോൾ തന്നെ ഈ ഷൊർണൂർ എത്തിയപ്പോഴേക്കും ആളുകൾക്ക് എന്തോ ഒരു പെൺകുട്ടിയുടെ കരച്ചിലും ഒരാൾ ഇറങ്ങി ഓടുന്നതും കുട്ടിയെ തള്ളിയിട്ടതുപോലെ ഒരു സംശയമൊക്കെ ചിലർക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങളുണ്ടായി. മണിക്കൂറുകൾക്കകം ഇയാൾ കൊണ്ടുപോയിട്ട് ഈ മൊബൈൽ ഫോൺ വിൽക്കുകയാണ് പാലക്കാട് ടൗണിൽ 300 രൂപയ്ക്ക്. അപ്പോൾ
റേപ്പ് ചെയ്യുന്നു, അതിനുശേഷം കൈ കിട്ടിയ സാധനം കൊണ്ടുപോയി മണിക്കൂറുകൾക്കകം വിൽക്കുന്നു. ഇതാണ് അയാളുടെ ഒരു ജീവിത രീതി. അപ്പോൾ ക്രൈം ടു ക്രൈം ജീവിക്കുന്ന ആണെന്ന് ഈ വെറുതെ ക്രിമിനൽ റെക്കോർഡ്സിൽ നിന്ന് മാത്രം ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. അത് ഈ സെക്സ് റിപ്പീറ്റഡ് ഒഫൻഡേഴ്സിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അവരത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റോബറി കമ്മിറ്റ് ചെയ്യുന്നവർക്കും ഉണ്ട്. ഇയാളുടെ കേസുകൾ കൂടുതലും റോബറി, തെഫ്റ്റ്, റേപ്പ്. അന്ന് തമിഴ്നാട് പോലീസ് ഞങ്ങളോട് പറഞ്ഞു അത് മിക്കവാറും അത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ഒരുപാട് റേപ്പ് ഉണ്ട്, അവർ മനസ്സിലാക്കിയ കാര്യമാണത്. അപ്പോൾ റിപ്പോർട്ടഡ് കേസുകൾ കൂടുതലും റോബറിയും തെഫ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്വഭാവവിശേഷമുള്ള ആളായതുകൊണ്ട് വളരെ ഡേഞ്ചറസ് ആണ്. അപ്പോൾ അന്ന് ഈ കേസ് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജില്ലാ കോടതിയും ഹൈക്കോടതിയും ഒക്കെ വധശിക്ഷ കൊടുത്ത ആളാണ്. സുപ്രീം കോടതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അതിൽ സാധാരണഗതിയിൽ അവർ നോക്കുന്നത് എന്താണ്, ലീഗൽ പോയിൻ്റ് മാത്രമേ നോക്കുള്ളൂ. അതല്ലാതെ ഫാക്റ്റ്, കേസിൻ്റെ ഫാക്റ്റ് അവർ നോക്കില്ല. അപ്പം 376, അതായത് റേപ്പിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് ഒരു സംശയമില്ലായിരുന്നു. പക്ഷേ 302, അതായത് മരിച്ചത് ഈ പെൺകുട്ടി വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലായി പോയി 6 ദിവസം കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ വെച്ചാണ് മരിക്കുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് മരിച്ചിട്ടില്ല. അപ്പം 325-നാണ് സുപ്രീം കോടതി ശിക്ഷിച്ചത് 7 വർഷത്തേക്ക്. അപ്പോൾ 302 ഇട്ടില്ല. അതിനവർ കണ്ടുപിടിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇൻസ്റ്റൻസിലുള്ള നമ്മൾ റസ് ജസ്റ്റേ എന്ന ലീഗൽ ഭാഷയിൽ എവിഡൻസ് ആക്ട് അനുസരിച്ച് പറയും, പെൺകുട്ടി വീഴുന്ന അതായിട്ട് തോന്നി, അല്ലെങ്കിൽ തള്ളിയ കുട്ടിയെ ഇട്ടതുപോലെ അടുത്ത കമ്പാർട്ട്മെൻറ്റിലിരുന്ന ആളുകൾക്ക് ഫീൽ ചെയ്തു, കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു, ഒരാൾ ഇറങ്ങിപ്പോകുന്നത് കാണുന്നു. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞത് റസ് ജസ്റ്റേ ആയിട്ട് ആ ക്രൈമിൻ്റെ ഭാഗമായിട്ട് എടുത്ത് അഡ്മിറ്റ് ചെയ്യാനായിട്ട് സുപ്രീം കോടതി അവിടെ മടി കാണിച്ചു. അത് റസ് ജസ്റ്റേ ആണ് എന്ന് നമ്മുടെ ഹൈക്കോടതിയൊക്കെ കണ്ടെത്തിയിരുന്നു. പക്ഷേ സുപ്രീം കോടതി ആ കാര്യത്തിൽ അത് പോരാ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ എക്സാമ്പിളൊക്കെ പറയും, ഒരു പെൺകുട്ടി അയ്യോ എൻ്റെ മാല പിടിച്ചു പറിച്ചേ എന്ന് അപ്പം തന്നെ പറയുന്ന കാര്യം മറ്റൊരാൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് റസ് ജസ്റ്റ് ആയിട്ട് എടുക്കാം. നമ്മൾ എക്സാമ്പിളായിട്ട് എവിഡൻസ് ആക്ടിലൊക്കെ കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ്. അപ്പോൾ ഏതാണ്ട് ഇതേപോലെയാണെങ്കിലും ഇത് സുപ്രീം കോടതി അത് സമ്മതിച്ചില്ല. പിന്നെ പെൺകുട്ടിയെ തള്ളിയിട്ട് അപ്പോൾ ഗുരുതരമായ തലയ്ക്ക് പരുക്കുണ്ട്, അതിന് മെഡിക്കൽ എവിഡൻസ് ഉണ്ട്. അപ്പോൾ തള്ളിയിട്ടാലുണ്ടാകുന്ന മുറിവാണെന്നുള്ളതിന് മെഡിക്കൽ എവിഡൻസ് ഉണ്ട്. അപ്പോൾ ആ മുറിവിലൂടെ മരണം സംഭവിക്കുമോ ഇല്ലയോ എന്ന് സാധാരണഗതിയിൽ നമ്മൾ പല ഡിസൈഡഡ് കേസിലും പറഞ്ഞിരിക്കുന്നത് അത് മെഡിക്കൽ ഓഫീസർ പറഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ ഇവിടെ സുപ്രീം കോടതി അവിടെ 3 പേരുള്ള ബെഞ്ചാണ്, പക്ഷെ അവർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് എടുത്തത്. അവർ പറഞ്ഞു ആ സമയത്ത് സ്യൂപ്പൈൻ പൊസിഷനിൽ തലയ്ക്ക് പരിക്കേറ്റ ഒരു കുട്ടിയെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി മരിച്ചു പോകും എന്ന ഉള്ള അറിവ് പ്രതിക്കുണ്ടാവണമെന്നില്ല എന്നുള്ളൊരു ഡിസിഷനാണ് സുപ്രീം കോടതി എടുത്തത്. പക്ഷേ മറ്റ് പല കേസുകളിലും പ്രസിഡൻറ്റ് കണ്ടിരിക്കുന്നത് അത് മെഡിക്കൽ ഓഫീസർ പറഞ്ഞാൽ മതിയെന്നാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോയി. അതുകൊണ്ട് 325-നെ സുപ്രീം കോടതി ശിക്ഷ കൊടുത്തുള്ളൂ, 302 ഒഴിവാക്കി. അതുകൊണ്ടാണ് തൂക്കുകയറും ഒഴിവായത്. അപ്പോൾ അതിൽ ലീഗൽ സർക്കിളിലൊക്കെ ഒരുപാട് ചർച്ചയുണ്ട്, അങ്ങനെ നമ്മൾ ചെയ്യണോ വേണ്ടയോ. അപ്പോൾ ഒരുപാട് ലീഗൽ ലൂമിനറീസിൻ്റെ അഭിപ്രായം അതത്ര ഒരു നല്ല ഡിസിഷൻ ആയിരുന്നില്ല എന്ന് തന്നെയാണ്. എനിവേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ സംഭവിച്ചു. എങ്കിലും ജീവപര്യന്തം ശിക്ഷ തന്നെയാണ്, എക്സംപ്ലറി ശിക്ഷ തന്നെയാണ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അയാൾ എക്സംപ്ലറി ശിക്ഷ കിട്ടിയ ഒരാൾ ഇപ്പോഴും നമുക്കറിയാം, നിർഭയ കേസിന് ശേഷം റേപ്പ് ലോ തന്നെ ചേഞ്ചായി. പുതിയ BNS ഒക്കെ അനുസരിച്ച് ജീവിതകാലം റെസ്റ്റ് ഓഫ് ദ ലൈഫ് അയാൾ കിടക്കണമെന്നാണ്, അല്ലാതെ 14 വർഷമാകുമ്പം ഇറക്കി വിടുക എന്നുള്ളതല്ല ഇപ്പോഴത്തെ പുതിയ നിയമം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസം പോലും ഇറക്കി വിടാൻ പറ്റാത്ത ഒരു ക്രിമിനലാണ്. അതുകൊണ്ട് സമൂഹം ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ഗോവിന്ദചാമി ജയിൽ ചാടേണ്ട ഒരു സാഹചര്യം ഉണ്ടായല്ലോ എന്ന്, അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായില്ലേ എന്ന്? അവിടെ ഹ്യൂമൻ എറർ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൽ
ജയിലിലുള്ള അന്വേഷണം അത് പോലീസും അന്വേഷിക്കും. ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അതിൽ വളരെ ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അവിടെ ഒമിഷനും കമ്മീഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ് ആർക്കാണ് വീഴ്ച. തീർച്ചയായിട്ടും വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൽ ആർക്കും സംശയമില്ല. അത് കണ്ടുപിടിച്ച് അവരെ എക്സംപ്ലറി ആയിട്ട് അവർക്ക് വേണ്ട എതിരെയുള്ള നടപടി എടുക്കുക. അതുപോലെ നമ്മുടെ ഇനി ആണെങ്കിലും ഇയാളെ ഈ ജയിലിലല്ലേ മറ്റൊരു ജയിലിൽ പാർപ്പിക്കണം. അവിടെയും വേണ്ട ശരിയായിട്ടുള്ള സുരക്ഷ ഒരുക്കുക. അപ്പോൾ ഇത്തരം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡേഞ്ചറസ് ഒഫൻഡേഴ്സിനെ സൂക്ഷിച്ചിരിക്കുന്ന ജയിലുകളിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാവാതെ ഭാവിയിൽ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഈ ചാട്ടത്തിൽ നിന്ന് പഠിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട പാഠം. പക്ഷെ അയാൾ ആ ശ്രമം അവിടെ ജയിലിൽ നടത്തി, ദിവസങ്ങളോളം നടത്തിയിട്ടും ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ ജയിലിൽ തന്നെയാണോ അത് സംഭവിച്ചു എന്നൊരു ചോദ്യം കൂടി. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് എക്സംപ്ലറി ആയിട്ട് അത് കണ്ടുപിടിച്ച് അതിന് എതിരെ നടപടി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പം ഇയാളല്ല ആദ്യമായിട്ട് ജയിലിൽ ചാടുന്ന. റിപ്പർ ജയാനന്ദൻ ഇതുപോലെ ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒഫൻഡേഴ്സ് അവരേത് വിധേന അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ ഇയാൾക്കിപ്പം കണ്ണൂർ ജയിലിൽ നിന്ന് മാറി മറ്റൊരു ജയിലിൽ പോയാൽ ഒരു പക്ഷേ അയാൾക്ക് കുറച്ചുകൂടി കുറഞ്ഞ സുരക്ഷയെ ഉണ്ടാവുകയുള്ളെങ്കിൽ ആ സുഖം അനുഭവിക്കാമല്ലോ. അപ്പോൾ ഏതായാലും ഇയാൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അയാളുടെ മാനസികാവസ്ഥ എങ്ങോട്ട് സഞ്ചരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണെങ്കിൽ പോലും അപ്പോൾ അവരെ എന്തും ചെയ്യാനായിട്ട് അയാൾക്കൊരു കയ്യേ ഉള്ളെങ്കിലും അയാൾക്കൊരു ഡിസബിലിറ്റി ഇല്ല, ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ചെയ്യുന്ന ആളുകൾ അവർ പല വിധത്തിലുള്ള ഇത്തരം സൂത്രങ്ങൾ പ്രയോഗിക്കും. എന്തെങ്കിലുമൊക്കെ സൂത്രം പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ ചെയ്യും. കൂടുതൽ അലർട്ടാകുക എന്നുള്ളതേ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റക്കനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഒറ്റക്കനാണെങ്കിൽ അസാമാന്യ കായിക ശേഷിയുള്ള ഒരു വ്യക്തിയാണ്. അത് അന്വേഷണ സമയത്ത് തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഒറ്റക്കൈയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കൈപ്പത്തി ഇല്ലെങ്കിലും ആ കൈ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള പ്രാപ്തി ഉള്ള ഒരാളാണ്. ഇപ്പോൾ പല കുറ്റവാളികളും പല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഈ പാറ്റൂർ പള്ളി കേസ് അന്വേഷിച്ചപ്പം ഞങ്ങളൊരു പ്രതിയെ അന്ന് പിടിച്ച പ്രതി, അപ്പോൾ ആ പ്രതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോടൊരു മജിസ്ട്രേറ്റാണ് കേട്ടോ. അയാളെ ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞപ്പം വിളിച്ചു പറഞ്ഞു, മാഡം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ, അയാൾ എന്നെ ഡഫ് ആൻഡ് ഡംപായിട്ട് അഭിനയിച്ച് പറ്റിച്ചു കളഞ്ഞു. അപ്പോൾ മജിസ്ട്രേറ്റ് അത് വിശ്വസിച്ചിട്ട് അയാളെ വെറുതെ വിട്ടു ഒരു കേസിൽ. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം, പല വിധത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരം വളരെ ഈ കൊടുങ്കുറ്റവാളികൾക്ക് പലർക്കും സീസൺഡ് ക്രിമിനൽസിന് ഇപ്പോൾ പലതരത്തിൽ ഇങ്ങനെ പല അഭിനയിക്കാനുള്ള ചില സിദ്ധിയുണ്ട്. പാവമായിട്ട് അഭിനയിക്കും. ഈ പാവമായിട്ട് അഭിനയിക്കുന്നത് വലിയ ഡേഞ്ചറസാണ്. അപ്പോൾ വെറുതെ അങ്ങനെ പാവമായിട്ട് അഭിനയിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് പ്രായം കുറവായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അതെല്ലാം അയാൾ വെറുതെ നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതാണ് സമൂഹത്തിന് നല്ലത്. അപ്പോൾ ഇവിടെ ഒരു ജുഡീഷ്യറി ആണെങ്കിൽ നമുക്കറിയാം, VR കൃഷ്ണയ്യറൊക്കെ സുപ്രീം കോടതിയിൽ ജഡ്ജി ആയിരിക്കുമ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു ജില്ലാ ജഡ്ജി ആണെങ്കിലും ഒരു വധശിക്ഷ കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസ് എന്താണ്, അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റൻസ് എന്താണ്. ഒരാൾക്ക് വധശിക്ഷ കൊടുക്കണം എന്ന് വെറുതെ തീരുമാനിക്കാൻ പറ്റില്ല ഒരു ജഡ്ജിക്ക്. അപ്പോൾ ഇത് മുഴുവൻ കൺസിഡർ ചെയ്ത് അതിന് റീസണിങ് കൊടുത്തിട്ടാണ് ഒരാളൊരു വിധി എഴുതുന്നത്. അപ്പോൾ അതിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് എത്രയോ മുമ്പെടുത്ത പ്രതിയുടെ ശരീരസ്രവങ്ങൾ അത് DNA എക്സാമിനേഷന് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് അയച്ചതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടിയ DNA ഫലം ഒന്നും അത് ശരിയല്ല എന്ന് പറയാൻ എന്ത് ധൈര്യത്തിലാണ്? ജയിലിൽ പോയിട്ട് പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പ്രതിയെ ജയിലിൽ പോയി ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അപ്പോൾ പ്രതി നിരപരാധിയാണ്, അയാൾ അറസ്റ്റഡ് ആകുന്നതിനും മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ സയൻറ്റിഫിക് എക്സാമിനേഷൻ്റെ ഫലം അത് മരിച്ചുപോയ പാവം പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും
ആ കുട്ടിയുടെ വീട്ടിൽ നിന്നുമൊക്കെ കിട്ടിയ സ്രവങ്ങളിൽ നിന്ന് രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അതൊന്നും നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെത് പോലും അല്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ നടത്തിയ ഫലമെല്ലാം തെറ്റാണ് എന്നീ സോഷ്യൽ മീഡിയയിൽ എന്ത് ധൈര്യത്തിലാണ് ഇവർ വിളിച്ചു പറയുന്നത്? ഇത് വലിയൊരു ക്രൈമല്ലേ? ദിസ് ഈസ് എ ക്രൈം അഗൈൻസ്റ്റ് സൊസൈറ്റി. അപ്പം സമൂഹത്തിനെ മുഴുവനും, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിനെ മുഴുവനും നോക്കുകുത്തിയാക്കുകയാണ് ഇത്തരം പ്രചാരണം നടത്തുന്നവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതി ഇവരൊറ്റയ്ക്കിരിക്കുമ്പോൾ ഇവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോഴേ അവർ വിവരം അറിയുള്ളൂ. കാരണം ഇത് അന്വേഷിച്ച് കണ്ടെത്തുന്ന ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള പോലീസ് ഓഫീസർമാർക്ക്, അത് പ്രോസിക്യൂഷനിലേക്ക് എത്തിച്ചിട്ടുള്ള പ്രോസിക്യൂട്ടർമാർക്ക്, അതുപോലെ ഇത്രയും കഷ്ടപ്പെട്ട് ജഡ്ജ്മെൻറ്റ് എഴുതിയുണ്ടാക്കുന്ന സെഷൻസ് ജഡ്ജ്, ഹൈക്കോടതി ജഡ്ജ്, അപ്പോൾ ഇവരെയൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് വലിയ ദോഷമാണ് ചെയ്യുന്നത്. വിമർശിക്കരുതെന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ സുപ്രീം കോടതി ഗോവിന്ദചാമി കേസിൽ പറഞ്ഞ ആ വിധിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഒരുപാട് അത് ലീഗൽ എക്സ്പേർട്സൊക്കെ അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കും. അത് നമ്മൾ ആ കോടതിയോടുള്ള ബഹുമാനം വിട്ടിട്ടല്ല, വിയോജിപ്പ് നമുക്ക് പ്രകടിപ്പിക്കാം. പക്ഷേ ആ കോടതിയോടൊരു ബഹുമാനമുണ്ട്. ആ കോടതിയും അയാളെ വെറുതെ വിടുകയല്ലല്ലോ ചെയ്തത്, 325 ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അന്ന് ഇയാൾ ജയിലിലേക്ക് ഗോവിന്ദചാമി കൊണ്ടുപോകുമ്പോൾ പോലും പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിക്കാനായി വന്നു. ആ വർഷങ്ങൾക്കിപ്പുറം ആ ക്രിമിനൽ ബെഞ്ചിൽ ഒരു മാറ്റവുമില്ല ജയിലിൽ കിടന്നത്. കാരണം ഇപ്പോൾ ചാടിപ്പോകാനായി ശ്രമിച്ചപ്പോൾ തിരിച്ചറിഞ്ഞ വ്യക്തിയോട് അവിടെ ഭീഷണിപ്പെടുത്തി, ഞാൻ നിന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഇത്തരം ആളുകൾ വെറുതെ ഭീഷണിയല്ല ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇത്ര വർഷം ജയിലിൽ കിടന്നിട്ട് പോലും ആ മാനസികാവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ്. അത് ഈ റിഫോർമേറ്റീവ് തിയറി ഓഫ് പണിഷ്മെൻ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതാണ്. റിഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ നമ്മൾ ഒരിക്കലും ക്രൈമിനെയാണ് നമ്മൾ പണിഷ് ചെയ്യുന്നത്, നോട്ട് ദ ക്രിമിനൽ. ക്രിമിനലിനോട് നമുക്കൊരു വ്യക്തി എന്നുള്ള രീതിയിൽ വിരോധമില്ല. അപ്പം നമുക്കൊരാളിനെ റിഫോം ചെയ്ത് എടുക്കാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അവസരം കൊടുക്കണം. അതിനാണല്ലോ നമുക്ക് ഓപ്പൺ ജയിലുകളുണ്ട്. അപ്പോൾ ജയിലിൽ തന്നെ പല വിധത്തിൽ റിഫോം ചെയ്യാനായിട്ട് അവർക്ക് എഡ്യൂക്കേഷനും ഒക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം മറ്റ് പല രാജ്യങ്ങളിലും പോയിട്ട് ഞാൻ കറക്ഷണൽ സർവീസ് സന്ദർശിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയയിലൊക്കെ. അപ്പോൾ കണ്ടിട്ടുണ്ട് അവർ ഒരുപാട് ലൈബ്രറി, അതുപോലെ പോട്ടറി ചെയ്യാൻ ഒക്കെയുള്ള സൗകര്യം ഇതൊക്കെ ചെയ്തു കൊടുക്കുക. പക്ഷെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള, ഓസ്ട്രേലിയയിലൊക്കെ കണ്ടിട്ടുള്ള 125 വർഷം ശിക്ഷിച്ചിട്ടുള്ള ആളാണെങ്കിൽ 125 വർഷം അവിടെ കിടക്കുക തന്നെ വേണം. ഇയാൾ ഇതൊക്കെ ചെയ്ത് അയാൾ സ്വസ്ഥം ആകുക മനസ്സ് എന്നുള്ളതാണ് ഉദ്ദേശം. അതല്ലാതെ ഇതിൻ്റെ പേരിൽ അയാൾക്ക് ശിക്ഷയൊന്നും കുറച്ച് കൊടുക്കില്ല. കാരണം ഇതിന് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ആരെ റിഫോം ചെയ്യാൻ പറ്റും, ആരെ ചെയ്യാൻ പറ്റില്ല. മാം, അപ്പോൾ ഇതിൽ ഗോവിന്ദചാമിയുടെ കേസ് നമ്മൾ പ്രത്യേകിച്ച് എടുക്കുകയാണെങ്കിൽ ഇയാൾക്ക് വലിയ രീതിയിലൊരു പിന്തുണ ഈ ജയിലിൽ ഇപ്പോൾ കിടന്ന ഒരവസ്ഥയല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഇയാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഒരു സുപ്രീം കോടതി വരെ അപ്പീൽ പോകാനൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉറപ്പാണ്. ഇയാൾക്ക് വലിയ രീതിയിലൊരു ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്നുള്ളൊരു പിന്തുണ ഇയാൾക്ക് ലഭിക്കുന്നില്ല, ശക്തമായൊരു പിന്തുണ ഇയാൾക്ക് ലഭിക്കുന്നില്ല എന്ന ചോദ്യം അന്ന് മുതൽ ഇന്നു വരെയും ഈ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആ രീതിയിലൊരു അന്വേഷണം, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അന്വേഷണം ഒരാളിനെ ഏത് പ്രതിയാണേലും നമ്മൾ അല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി വഴി നമ്മൾ വക്കീലിനെ ഏർപ്പെടുത്തി കൊടുക്കും. അങ്ങനെയാണ് ഒരാളിനെ എത്ര കണ്ടംഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും അയാളെ ഡിഫെൻഡ് ചെയ്യാനായിട്ടൊരു വക്കീലുണ്ടാവണം. അപ്പോൾ ഇതൊന്നും അന്വേഷണം പരിധിയിലൊന്നും വന്നിട്ടുണ്ടാവില്ല. അയാൾക്ക് ഏത് വക്കീലിനെ ആര് കൊടുത്തു എന്നുള്ളതൊന്നും സിസ്റ്റം അന്വേഷിച്ച് കാണുമെന്ന് തോന്നുന്നില്ല. അയാൾക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള ആളിനെ അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കണം. അയാൾ തന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ ഗവൺമെൻറ് ഒരാളിനെ വെച്ച് കൊടുക്കണം. അതാണ് ഈ നാട്ടിലെ നിയമം. അപ്പോൾ ഒരു പ്രതിക്ക് അയാൾക്ക് വേണ്ട ഡിഫൻസ് വക്കീലിനെ കിട്ടുന്നതിലൊന്നും ഇവിടെ ആർക്കും ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണത്. അതിനെതിരെയൊന്നും നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പം നമ്മുടെ വധശിക്ഷ കിട്ടിയ മുഴുവനും പ്രതികളെയും രക്ഷിച്ച് അതിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ നാട്ടിലൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അത്
വലിയ രീതിയിൽ വിജയിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സമൂഹമാണ് നോക്കേണ്ടത്, അത് എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് എന്നൊക്കെ. ഈ സമയത്ത് തന്നെ ഒരു ഭിക്ഷാടന മാഫിയയുടെ ഒരു കണ്ണിയാണ് ഈ ഗോവിന്ദച്ചാമി എന്ന രീതിയിലുള്ള പ്രചാരണം. അതിപ്പോഴും ശക്തമാണ്. ആ രീതിയിലൊരു വലിയൊരു മാഫിയ ടീമിൻ്റെ ഒരു തലവനാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ണിയാണോ ഈ ഗോവിന്ദച്ചാമി എന്ന രീതിയിൽ? ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ക്രിമിനൽ പശ്ചാത്തലമൊക്കെ അന്വേഷിക്കുകയും ആ രീതിയിൽ ആ സമയത്ത് എന്തെങ്കിലും ഇൻഫർമേഷനൊക്കെ കിട്ടിയിരുന്നോ മാം? അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ അങ്ങനെ കിട്ടിയതായിട്ട്, കാരണം നമ്മുടെ അന്വേഷണ പരിധിയിൽ അത് വരുന്നില്ലല്ലോ. ഇപ്പോൾ പിന്നെ ഈ ഓർഗനൈസ്ഡ് ക്രൈം, പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം, ഇതൊക്കെ BNS പുതിയ സെക്ഷൻസായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഭിക്ഷാടന മാഫിയ റെയിൽവേ കേന്ദ്രീകരിച്ചുണ്ടെങ്കിൽ അതിനെപ്പറ്റി തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അന്വേഷണം നടത്താം. ഇപ്പോൾ അതിനുള്ള നിയമങ്ങൾ കുറച്ചുകൂടെ ശക്തമായിട്ടുണ്ട്. നല്ലതാണ് അത്തരം അന്വേഷണമൊക്കെ വരുന്നത്, വളരെ നല്ലതാണ്. കാരണം ട്രെയിനിലൊക്കെ നമുക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അന്ന് ഞങ്ങൾ വളരെ ശക്തമായിട്ട് കേരള പോലീസ് ആവശ്യപ്പെട്ടിട്ട് ആണ് റെയിൽവേയിൽ കേന്ദ്രത്തിലേക്കൊക്കെ ഞങ്ങൾ ഒരുപാട് കത്തുകൾ അയക്കുകയും പലരെയും പോയി കണ്ട് സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്തിരുന്നു. കാരണം ഇതിൽ അധികം RPF-ലൊന്നും അന്ന് വനിതകളെ ഒന്നും ഇടുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം കുറേ വനിതാ പോലീസൊക്കെ RPF-ൽ നിന്ന് അതിനുശേഷം വന്ന ഡെവലപ്മെൻറ്റാണ് അതൊക്കെ. അപ്പോൾ കേരള പോലീസിനാണെങ്കിലും പരിധിയുണ്ട്. നമ്മുടെ റെയിൽവേ പോലീസിന് വളരെ ചുരുങ്ങിയ സ്ട്രെങ്ത്താണുള്ളത്. ഇപ്പോൾ റെയിൽവേ ഒരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റി ആണെങ്കിലും ഇത്രയധികം ഒരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അവിടെ ഭിക്ഷാടന മാഫിയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് സ്പെസിഫിക്കായിട്ട് തന്നെ അന്വേഷണം നമ്മൾ നടത്തി അത്ര മാഫിയ ഉണ്ടെങ്കിൽ അതിനെ പുറത്ത് കൊണ്ടുവരേണ്ടത് ആവശ്യം തന്നെയാണ്. അന്ന് ഇയാളുടെ കുറിച്ച് ഈ പ്രതിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ ഇയാളുടെ ഫാമിലി ഉണ്ടോ, ഇയാൾക്ക് തിരിച്ചറിയൽ കാർഡ് രേഖയുണ്ടോ, ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇയാൾ എവിടെ നിന്ന് വരുന്നു, അതോ വർഷങ്ങളായി ഇയാൾ അവിടെ തമ്പടിച്ച് നിന്ന് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനാണ്? അന്വേഷണമൊക്കെ അത് നമ്മൾ കംപ്ലീറ്റ് അന്വേഷിച്ചതാണ്. അയാൾക്ക് ഫാമിലി ഇല്ല. അയാൾക്കൊരു ബ്രദറോ മറ്റോ ഉള്ളത്. അയാളും ഇതുപോലെ ക്രിമിനലായിട്ട് ജയിലിലോ മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ യാതൊരു ഭാര്യയോ മക്കളോ അച്ഛനോ അമ്മയോ ആരുമില്ലാതെ ഈ കംപ്ലീറ്റ്ലി ഒരു വാണ്ടറിങ് ലൈഫ്, ക്രിമിനൽ ലൈഫ്, അതാണ്. തിരിച്ചറിയൽ രേഖയൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, അയാളുടെ തിരിച്ചറിയൽ രേഖയൊക്കെ നമ്മൾ ആ ഫിംഗർ പ്രിൻ്റ് വെച്ചാണ് ഇയാളെ ഇത്രയും കേസുകളുണ്ടെന്നെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് അങ്ങനെയാണ് ഇയാൾ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ ക്രൈമിലും അയാൾ ഓരോ പേര് പറയും. അങ്ങനെ ഇത്രയും ഈ പേരുകൾ പറഞ്ഞ ആളെല്ലാം ഇയാളാണ് എന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. ശരിക്കും ഇയാൾ സംസാരിക്കുന്നത് ഏത് ഭാഷയായിരുന്നു? തമിഴ്. സ്വദേശം തമിഴ്നാടാണ്? അതെ അതെ, തമിഴ്നാടാണ്. അയാളുടെ അത് കൃത്യമായ ഒരു വില്ലേജൊക്കെ ഉണ്ട്. കടലൂർ ജില്ലയിലുള്ളൊരു വില്ലേജാണ് അയാളുടെ. റിപ്പർ ദയാനന്ദൻ്റെ കേസ് വന്ന സമയത്തും ഇങ്ങനെ ജയിൽ ചാടിയ സമയത്തും സമാനമായ രീതിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഏറെക്കുറെ ഇതേ രീതിയിൽ തന്നെയുള്ള ആസൂത്രണമൊക്കെ ആയിരുന്നു അല്ലേ അന്ന് ജയിലിൽ സംഭവിച്ചത്? അപ്പോൾ ശരിക്കും നമ്മുടെ ഈ അതിനുശേഷം പോലും ഇപ്പോഴും ജയിലുകളിൽ ആ ഒരു സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് ഇപ്പോഴും അതുപോലെ അവിടെ ഉണ്ട് എന്ന് തന്നെയാണ്. അതിൽ പാർപ്പിച്ചിരിക്കുന്ന ആളുകൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി, ഒരാൾ മരിച്ച ഒരു കേസ് വന്നപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അന്വേഷിക്കേണ്ടി വന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഞാൻ കണ്ടത് വളരെ ക്രൗഡഡാണ്, വളരെ ലിമിറ്റഡായിട്ടുള്ള ഫെസിലിറ്റീസേ അതിനകത്തുള്ളൂ. അപ്പോൾ ഒരാൾക്കൊരു ചെങ്കണ്ണ് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഈ കേസ് അന്വേഷിക്കാൻ പോകുമ്പോൾ കണ്ടതാണ്, അപ്പോൾ അതിലുള്ള മുഴുവൻ പേർക്കും ചെങ്കണ്ണ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് മാറ്റി പാർപ്പിക്കാനുള്ള സ്ഥലം പോലും ഇല്ലാതെ വളരെ ക്രൗഡഡായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഓസ്ട്രേലിയയിലൊക്കെ പോയി കണ്ടെന്ന്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒന്ന് പോയി താമസിക്കാൻ തോന്നും. അത്രയും നീറ്റാണ്. എല്ലാവർക്കും ഓരോ സെല്ലുണ്ട്. പക്ഷേ കണ്ടം പ്രിസണറിനെയൊക്കെ ഒരു കാലത്തും അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ഈ ഇരുമ്പിൻ്റെ ആ മറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ട്രിപ്പിൾ ഇതൊക്കെ, അത് അമേരിക്കയിൽ പോയപ്പോഴാണ് ഞാൻ കണ്ടത്. ഇവരെ ഈ വളരെ കണ്ടംഡായിട്ടുള്ള പ്രിസണേഴ്സിനെ പാർപ്പിച്ചിരിക്കുന്ന ജയിൽ. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള സുരക്ഷാ സംവിധാനം, അതുപോലെ ബാക്കി ഈ ജയിലിലെ ഇൻമേറ്റ്സിന് ശരിയായിട്ട് അവരെ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്തൊക്കെ പാർപ്പിക്കാനുള്ള സൗകര്യം, ഈ പരസ്പരം അനാവശ്യ കമ്മ്യൂണിക്കേഷനിലാണ് പുതിയ ക്രൈം പലപ്പോഴും ജന്മമെടുക്കുന്നത് ജയിലിൽ. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരുപാട് ഫെസിലിറ്റീസ്
ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടൊന്ന് അയച്ചപ്പോൾ ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറ് ജീവിച്ചിരിക്കുന്ന സമയമാണ്. അദ്ദേഹം അത് വായിച്ചിട്ട് അദ്ദേഹം എന്തൊക്കെയോ ഗവൺമെൻറ് എഴുതുകയൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ഡിസ്കസ് ചെയ്തത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. നമ്മുടെ ജയിലുകളിൽ ഒരുപാട് മാറ്റങ്ങൾ, അങ്ങേയറ്റം വലിയ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അതിന് ഈ സ്പേസ് കൂടേണ്ടതുണ്ട്. അതുപോലെ ഈ ഇതുപോലെയുള്ള ക്രിമിനൽസ്, ഈ കണ്ടംപ്റ്റായിട്ടുള്ള ഹൈലി ഡേഞ്ചറസ് ക്രിമിനൽസിനെ പാർപ്പിക്കാനായിട്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അല്ലാത്തവരെയാണെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട റിഫോം ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധ്യതയുള്ള ആളുകളെ കുറേ കൂടെ മെച്ചപ്പെട്ട സംവിധാനത്തിൽ പാർപ്പിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഒരു മോഡേൺ സിവിലൈസ്ഡ് വെൽഫെയർ സ്റ്റേറ്റിൽ വരേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഭാവിയിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 20 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തൊരു റിപ്പോർട്ടാണ്. പക്ഷെ ഇത്ര വർഷങ്ങൾ പിന്നിട്ടിട്ട് പോലും അതിലൊരു ആ സ്റ്റേജ് അന്ന് അങ്ങ് പോയി കണ്ട അതേ അവസ്ഥ തന്നെ ആയിരിക്കില്ല ഇന്നും കേരളത്തിലെ ജയിലുകൾ. പിന്നീട് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. ഒരു ഇൻക്രിമെൻ്റൽ ചേഞ്ചസ് അല്ലാതെ തീർച്ചയായിട്ടും വന്നു കാണും. ഇൻക്രിമെൻ്റൽ ചേഞ്ചസ് വന്നു കാണും. ഇത്രയും വർഷങ്ങൾക്കാണ് ഒരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആവശ്യമാണ് ഈ രംഗത്തൊക്കെ. എന്നാലും ഇത്രയും സമയം വാക്കുമായി സഹകരിച്ചതിന് നന്ദി.